സെപ്റ്റംബർ 16 രക്തസാക്ഷികളായ വിശുദ്ധ കൊർണേലിയസും വിശുദ്ധ സിപ്രിയനും. 251 ഡെസിയസ് ചക്രവർത്തിയുടെ പീഡനങ്ങൾക്കിടയിലാണ് വിശുദ്ധ കൊർണേലിയസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റോമൻ അധികാരികളുടെ എക്കാലത്തെയും ഭീഷണിക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വെല്ലുവിളി തൻ്റെ എതിരാളിയായ ആദ്യത്തെ പോപ്പ് വിരുദ്ധനായ നൊവേഷ്യൻ കൊണ്ടുവന്ന ഭിന്നത അവസാനിപ്പിക്കുക എന്നതായിരുന്നു. പത്രോസിൻ്റെ ശരിയായ പിൻഗാമിയായി അദ്ദേഹത്തെ സ്ഥിരീകരിക്കാൻ അദ്ദേഹം ബിഷപ്പുമാരുടെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി. രക്തസാക്ഷിത്വത്തിന് മുന്നിൽ വിശ്വാസത്യാഗം ചെയ്തവരെ സഭയ്ക്ക് മാപ്പ് നൽകാനും സഭയിലേക്ക് തിരികെ സ്വീകരിക്കാനും കഴിയുമോ എന്നതായിരുന്നു ഡെസിയൻ പീഡനത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന വലിയ വിവാദം. വിശ്വാസത്യാഗികളെ തിരികെ സ്വാഗതം ചെയ്യാൻ സഭയ്ക്ക് കഴിയില്ലെന്ന് വാദിച്ച 2 ബിഷപ്പുമാർക്കെതിരെയും അവരെ തിരികെ സ്വാഗതം ചെയ്യണമെന്ന് വാദിച്ചിട്ടും അനുതാപമുള്ളവരുടെ കഠിനമായ തപസ് ആവശ്യപ്പെടാത്തവർക്കെതിരെയും കൊർണേലിയസ് അവരെ തിരികെ സ്വാഗതം ചെയ്യണമെന്ന് കൽപ്പിച്ചു. 253 കൊർണേലിയസിനെ ഗാലസ് ചക്രവർത്തി നാടുകടത്തുകയും പ്രവാസത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മൂലം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ രക്തസാക്ഷിയായി ആദരിക്കുന്നു. വിശുദ്ധ സിപ്രിയൻ കൊർണേലിയസ് മാർപ്പാപ്പയുടെ അടുത്ത സുഹൃത്തായിരുന്നു. പോപ്പ് വിരുദ്ധ നൊവേഷ്യനെതിരെയും വിശ്വാസത്യാഗികളെ സഭയിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിലും അദ്ദേഹം പിന്തുണച്ചു. 190ഓടെ സമ്പന്നരായ വിജാതീയർക്ക് ജനിച്ച വിശുദ്ധ സിപ്രിയൻ ക്ലാസിക്കുകളും വാചോടാപവും പഠിച്ചു. 56-ാം വയസ്സിൽ മതം മാറി. 1 വർഷത്തിനു ശേഷം പുരോഹിതനായി അഭിഷിക്തനായി. അതിനുശേഷം 2 വർഷത്തിനു ശേഷം ബിഷപ്പായി. അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഐക്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധം. അതിൽ ഐക്യം ബിഷപ്പിൻ്റെ അധികാരത്തിലും ബിഷപ്പുമാർക്കിടയിലും റോം സിംഹാസനത്തിൻ്റെ പ്രാഥമികതയിൽ അധിഷ്ഠിതമാണെന്ന് വാദിക്കുന്നു. കത്തോലിക്ക സഭയുടെ ഐക്യം എന്നതിൽ വിശുദ്ധ സിപ്രിയൻ എഴുതുന്നു: നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള സഭ ഇല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിന് വേണ്ടി നിങ്ങൾക്ക് ദൈവമുണ്ടാകില്ല. ദൈവം ഒന്നാണ്, ക്രിസ്തു ഒന്നാണ്, അവൻ്റെ സഭയും ഒന്ന്, വിശ്വാസം ഒന്ന്, ശരീരത്തിൻ്റെ ദൃഢമായ ഐക്യത്തിൽ ദൃഢീകരിക്കപ്പെട്ട മനുഷ്യർ. നാം ക്രിസ്തുവിൻ്റെ അവകാശികളാണെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ വസിക്കട്ടെ. ദൈവമേ, നമുക്ക് സമാധാനത്തെ സ്നേഹിക്കുന്നവരാകാം. ഡെസിയൻ പീഡനകാലത്ത് തൻ്റെ ശത്രുക്കൾ തന്നെ ആക്രമിച്ചപ്പോൾ രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്തായ കിരീടം തേടുന്നതിന് പകരം ഒളിവിൽ പോയി തൻ്റെ ആട്ടിൻകൂട്ടത്തെ രഹസ്യമായി നയിക്കുന്നതാണ് ബുദ്ധിയെന്ന് സിപ്രിയൻ കരുതി. എന്നിരുന്നാലും 258 സെപ്റ്റംബർ 14 വലേറിയൻ ചക്രവർത്തിയുടെ പീഡനങ്ങളിൽ അദ്ദേഹം രക്തസാക്ഷിയായി.